ഹലോ, ഇതാണ് കേട്ടോ നമ്മുടെ ഏകദേശ പണി കഴിഞ്ഞ പൂക്കളം. അപ്പം നമുക്ക് ഇന്നത്തെ പൂക്കളിടുന്നതൊന്ന് നോക്കി നോക്കിയാലോ. ഞാൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഏകദേശം നല്ല പൂക്കളൊക്കെ ആയിട്ട് നമ്മുടെ ഗാർഡൻ അടിപൊളിയായിട്ടാണ് കേട്ടോ നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ചെമ്പരത്തി മാത്രമാണ് പൂക്കളിടാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ഗാർഡനിൽ കയറിയിട്ട് കുറച്ച് പൂക്കളൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പൂവിന് നമ്മുടെ നാട്ടിൽ മാങ്ങാനാറി എന്നാണ് കേട്ടോ പറയുക. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്നുള്ള കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവാണ്ടത്. അതൊക്കെ ഞാൻ ഇന്ന് പൂക്കളിടാന്ന് പറഞ്ഞിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കലും പൂ പറിക്കലൊക്കെ ആയിട്ട് കുറച്ചധികം പൂ തന്നെ ഞാൻ ഗാർഡനിൽ നിന്നൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വീഡിയോ ഒക്കെ കാണുമ്പോൾ കേട്ടോ നമ്മുടെ വീട്ടിൽ ഇത്രയും ഭംഗിയുള്ള പൂക്കളൊക്കെ ഉണ്ടെന്ന് തിരിച്ചറിയണം. ഈ ഒരു പൂവ് ഞാൻ ഇതുവരെ പൂക്കളിടാനൊന്നും എടുത്തിട്ടില്ല, എന്നാലും ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാ പൂവിനും അതിൻ്റേതായ ഒരു ഭംഗിയുള്ള പോലെയൊക്കെ തോന്നലുണ്ട്. പിന്നെ കാശത്തുമ്പ് അങ്ങനെ കുറേ ഏതൊക്കെയൊക്കെയോ പൂ പറിച്ചെടുത്തു. അവസാനം നമ്മുടെ പൂക്കളത്തിൽ പൂ അധികമായി കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഓറഞ്ച് മാങ്ങാനാറിയാണ് നമ്മുടെ പൂക്കളത്തിൻ്റെ സെൻറ്ററിൽ വെക്കുന്നത് കേട്ടോ. ഇന്ന് നമ്മൾ ആ ചാണകമുണ്ട ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ സെൻറ്റർ നോക്കിയിട്ട് ഈ ഒരു പൂ വെച്ചിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ചെമ്പരത്തി വെച്ചിട്ടുണ്ട്. ചെമ്പരത്തി സ്ഥിരം നമ്മൾ ഇടാറുള്ള പോലെ തന്നെ ഒരു വട്ടം ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു കുമ്പളത്തിൻ്റെ 2 പൂ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വെച്ചിട്ട് നമ്മളൊരു വട്ടടാൻ നോക്കി, പക്ഷേ അത് തികഞ്ഞില്ല. അപ്പോൾ നമ്മുടെ ഗാർഡൻ തന്നെ ബാക്കി കുറച്ച് മഞ്ഞപ്പൂക്കളൊക്കെ എടുത്തിട്ട് ആ റൗണ്ട് ഒന്ന് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അടുത്ത റൗണ്ട് നമ്മൾ കുറേ പൂക്കളിട്ടിട്ടാണ് കേട്ടോ റെഡി ആക്കിയിട്ടുള്ളത്. പിന്നെ വെള്ള ഇട്ടു, ചുവപ്പിട്ടു, അങ്ങനെ കളർ മാറ്റിയിട്ട് നമ്മൾ ഇന്നത്തെ പൂക്കളം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കംപ്ലീറ്റ് ആക്കിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ കുറച്ച് ചെമ്പരത്തും കൂടി ബാക്കിയുള്ളതുകൊണ്ട് അത് ഞാൻ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഭംഗിയില്ല തോന്നിയിട്ട് തറേൻ്റെ പുറത്ത് കൂടെയാണ് ഇപ്പോൾ ചുവപ്പ് ലാസ്റ്റ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് പൂക്കളം വരുന്നത്. അതുപോലെ തന്നെ ഈ ഇടയായിട്ട് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ ഒന്നല്ല, നമ്മുടെ വീഡിയോസിനൊന്നും അധികം വ്യൂസൊന്നും വരുന്നില്ല. ആകെ 10-20 പേരെ കാണുള്ളൂ. അതും ഇപ്പോൾ ഇല്ലാത്ത അവസ്ഥ എന്ന് പറയുമ്പോൾ കുറച്ച് കഷ്ടമല്ലേ. അപ്പോൾ എല്ലാവരും കാണുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ ഓണത്തിൻ്റെ കുറേ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ വീഡിയോ ഒക്കെ ആയിട്ട് വേറൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ടാറ്റാ.